കാറ്റത്തെ കിളിക്കൂടിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സുധീഷിനെ ഉമ്മറത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി ടെൻഷനോടെ നിൽക്കുകയാണ് ഹരീഷ്. അവളെ ഇനി കല്യാണം കഴിക്കാതെ എവിടെ ഇങ്ങനെ നിർത്താൻ പറ്റുമെന്ന് നീ വിചാരിക്കുന്നുണ്ടോ? പോലീസ് കേസ് പോട്ടെ, കോടതിയിൽ ചെന്നാൽ അവള് നിന്റെ കൂടെ വരണമെന്നേ പറയൂ. അങ്ങനെ അവളെ ഇവിടെ കൊണ്ടുവന്ന് നിർത്തിയ നാട്ടുകാരെന്തൊക്കെ പറയുമെന്ന് നീ ചിന്തിച്ചിട്ടുണ്ടോ? കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ നാട്ടുകാരുടെയും വീട്ടുകാരുടെയും ഈ പോലീസുകാരുടെയും ഒക്കെ വായി നമുക്ക് ഒരുമിച്ച് അടുപ്പിക്കാന്നേ എന്ന് സുധീഷ് പറയുമ്പോൾ ഹരീഷും ടെൻഷനോടെ എന്തോ ചിന്തിച്ച് നിൽക്കാണ്. എന്താടാ നീ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്നേ? കല്യാണം കഴിക്കാൻ നിനക്ക് താല്പര്യമുണ്ടോ ഇല്ലയോ? അത് പറ. എടാ ഹരീഷേ, നീ നിധി പറഞ്ഞതാണോ ആലോചിച്ച് നിൽക്കുന്നേ? എന്താ ഇത്ര ആലോചിക്കാൻ എന്നൊക്കെ സുധീഷ് ചോദിക്കുമ്പോൾ ഹരീഷ് ഒന്നും മിണ്ടാതെ നിൽക്കാണ്. എന്താടാ നീ ഒന്നും മിണ്ടാതെ? കല്യാണം കഴിഞ്ഞ് അടിച്ചു പൊളിച്ച് ജീവിക്കാൻ നോക്ക് എന്ന് സുധീഷ് പറയുമ്പോൾ ഹരീഷും അവനെ നോക്കിക്കൊണ്ട്, സുധീഷ് ഏട്ടാ, നിങ്ങൾ എനിക്ക് വേണ്ടി സംസാരിക്കുന്നു, നീതുവിനെയും സപ്പോർട്ട് ചെയ്യുന്നു, പക്ഷേ സുഭാഷ് ചേട്ടനെ പറ്റി ചിന്തിച്ചിട്ടുണ്ടോ എന്നവൻ ചോദിക്കുമ്പോഴേക്കും, എടാ നീതുവല്ലേ ഇങ്ങോട്ട് വന്നത്, ഇപ്പോൾ ആ പ്രശ്നമല്ലേ നമ്മൾ സോൾവ് ചെയ്യണ്ടേ? അതിനിടയിൽ സുഭാഷ് ചേട്ടനെ പറ്റി ചിന്തിക്കുന്നത് എന്തിനാ എന്ന് സുധീഷ് ചോദിക്കുമ്പോൾ, എന്താ സുധീഷ് ചേട്ടാ ഇങ്ങനെ വിവേകമില്ലാതെ സംസാരിക്കുന്നേ? ഞാനിപ്പോൾ കല്യാണം കഴിച്ച സുഭാഷ് ചേട്ടൻ്റെ അവസ്ഥ എന്തായിരിക്കും എന്നവൻ ചോദിക്കുമ്പോൾ, ഏയ് നീ അങ്ങനെയൊന്നും ചിന്തിക്കണ്ട, സുഭാഷ് ചേട്ടൻ തെറ്റായിട്ടൊന്നും എടുക്കില്ല എന്ന് സുധീഷ് പറയുമ്പോൾ, അതല്ല സുധീഷ് ചേട്ടാ, കല്യാണം കഴിക്കുന്നതിന് സുഭാഷ് ചേട്ടന് പ്രശ്നമൊന്നും ഉണ്ടാവില്ല, പക്ഷേ സുഭാഷ് ചേട്ടൻ്റെ കല്യാണം നടക്കാതിരിക്കുമ്പോൾ ഞാൻ കൂടി കല്യാണം കഴിക്കുന്നത് തെറ്റല്ലേ എന്നവൻ ചോദിക്കുമ്പോൾ, അല്ലെങ്കിൽ തന്നെ സുഭാഷ് ചേട്ടൻ്റെ കല്യാണം പലതവണ മുടങ്ങിയതാ, മറ്റുള്ളവരുടെ കല്യാണം നടക്കുകയും സുഭാഷ് ചേട്ടൻ്റെ മാത്രം കല്യാണം നടക്കാതിരിക്കുകയും ചെയ്താൽ നാട്ടുകാരെന്താ പറയാ എന്നവൻ ചോദിക്കുമ്പോൾ എന്ന് ഹരീഷ് പറയുമ്പോഴേക്കും, എടാ നമ്മുടെ വീട്ടിൽ പെണ്ണുങ്ങൾ വാഴില്ല എന്നല്ലേ നാട്ടുകാർ പറയുന്നേ? ഇപ്പൊ നിധിയില്ലേ, ഇനി ഈ കല്യാണം കൂടി കഴിഞ്ഞാൽ ആ പേരങ്ങ് പോയി കിട്ടില്ലേ എന്നവൻ പറയുമ്പോൾ സുധീഷ് ചേട്ടൻ ഇപ്പോഴും ഒന്നും ചിന്തിക്കാതെയാ സംസാരിക്കുന്നേ. അല്ലെങ്കിൽ തന്നെ താഴെയുള്ളവന്റെ കല്യാണം കഴിഞ്ഞിട്ട് മൂത്തവന്റെ കഴിഞ്ഞില്ലേ എന്ന ചോദ്യം എവിടെ പോയാലും ഇനി എന്റെ കൂടി കഴിഞ്ഞാൽ നാട്ടുകാരെന്തൊക്കെയായിരിക്കും പറയാ? അതും കഴിഞ്ഞ് സുഭാഷ് ചേട്ടന്റെ കല്യാണം നടക്കുമെന്ന് തോന്നുന്നുണ്ടോ? പറ, എന്റെ സന്തോഷത്തിന് വേണ്ടി സുഭാഷ് ചേട്ടന്റെ സന്തോഷം ഇല്ലാതാക്കാൻ പറ്റുമോ എന്നൊക്കെ ഹരീഷ് സുധീഷിനോട് ചോദിക്കുമ്പോഴേക്കും സുധീഷും എന്തോ ആലോചിച്ചുകൊണ്ട്, ശരിയാ, ഞാനും അതൊന്നും ചിന്തിച്ചില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്ക് അച്ഛനും അങ്ങോട്ട് എഴുന്നേറ്റ് വന്ന്, എടാ, ഒരു പെണ്ണിങ്ങോട്ട് തേടി വന്നിട്ട് അതിനെ കല്യാണം കഴിക്കുന്നതിന് പകരം ഒഴിവാക്കാനാണോ നോക്കുന്നേ? നിന്റെ സുഭാഷ് ചേട്ടന്റെ കല്യാണം നടക്കാൻ പോകുന്നില്ല. ഒറ്റമരത്തിലെ കുരങ്ങനെ പോലെ അവന്റെ ജീവിതം അങ്ങനെ കഴിയും. അതിന്റെ കല്യാണം നടക്കാൻ പോകുന്നില്ല എന്ന് അച്ഛൻ പറയേ. ഇയാളെ ഇന്ന് ഞാൻ എന്നും പറഞ്ഞ് ഹരീഷും ദേഷ്യത്തോടെ അയാളുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. സുധീഷും അവനെ തടഞ്ഞുകൊണ്ട്, എടാ, ആ കുട്ടി അകത്തുള്ളപ്പോഴാണോ വഴക്കിടുന്നേ എന്ന് ചോദിക്കുന്നുണ്ട്. ഇയാൾ പറയുന്നത് കേട്ടില്ലേ സുഭാഷ് ചേട്ടാ, ഇയാളുടെ മകനായി പിറന്നു എന്നൊരു കുറവ് മാത്രമേ സുഭാഷ് ചേട്ടനുള്ളൂ, വേറൊരു തടസ്സവും സുഭാഷ് ചേട്ടന്റെ കല്യാണത്തിനില്ല എന്ന് ഹരീഷ് പറയുമ്പോൾ, ആ നീ നോക്കി നിന്നോ, അവന്റെ കല്യാണം നടക്കാനൊന്നും പോകുന്നില്ല, എല്ലാ പെണ്ണുങ്ങളെയും പെങ്ങന്മാരായി കാണാനാ അവന്റെ യോഗം. ഹരീഷ് വീണ്ടും ദേഷ്യത്തോടെ അച്ഛന്റെ അടുത്തേക്ക് പാഞ്ഞു ചെല്ലാനൊരുങ്ങുമ്പോഴേക്കും സുധീഷും അവനെ തടയുന്നുണ്ട്. നീ എന്നോട് ദേഷ്യപ്പെട്ടിട്ട് കാര്യമൊന്നുമില്ല, അവന്റെ ജാതകം അതാണ് എന്ന് അച്ഛൻ പറയുമ്പോൾ, നിങ്ങളൊന്ന് പോവാൻ നോക്കിയേ എന്ന് സുധീഷ് പറയുമ്പോഴേക്കും, ആ എന്റെ മെക്കിട്ട് കയറാൻ നിൽക്കണ്ട, ഞാൻ പോയേക്കാം, കുടുംബം നടത്താൻ നിങ്ങൾക്ക് യോഗമില്ല എന്നും പറഞ്ഞ് അച്ഛൻ അങ്ങോട്ട് പോകുമ്പോഴേക്കും സ്വന്തം അച്ഛൻ തന്നെ ഇങ്ങനെ പറയുന്നു, പിന്നെ നാട്ടുകാരെന്താ പറയാ എന്ന് ഹരീഷും ദേഷ്യത്തോടെ പറയുന്നുണ്ട്. സുഭാഷ് ചേട്ടന്റെ കല്യാണം കഴിയാതെ എന്റെ കല്യാണം നടക്കില്ല സുധീഷ് ചേട്ടാ എന്ന് ഹരീഷ് പറയുമ്പോൾ, അപ്പൊ നീതുവോ എന്ന് അവനും ചോദിക്കുന്നുണ്ട്. അവൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയ സ്ഥിതിക്ക് ഇനി അവൾ അങ്ങോട്ട് തിരിച്ചും പോവില്ല എന്നവൻ പറയുമ്പോൾ, പിന്നെ എന്താടാ ചെയ്യാ എന്ന് സുധീഷും ചോദിക്കുന്നുണ്ട്. എനിക്കറിയില്ല സുധീഷ് ചേട്ടാ എന്ന് ടെൻഷനോടെ ഹരീഷ് പറയുമ്പോഴേക്കും, എന്തെങ്കിലും വഴി ഉണ്ടാക്കാം, നീ ടെൻഷൻ ആവാതെ ഇരിക്കെ എന്ന് സുധീഷും അവനെ ആശ്വസിപ്പിക്കുന്നുണ്ട്. അപ്പോഴേക്കും മുറിയിലിരിക്കുന്ന നീതുവിന്റെ അടുത്തേക്ക് നിധി ചായയുമായി വരുന്നുണ്ട്. അവൾ ചായ കുടിച്ചു നോക്കിക്കൊണ്ട്, ചായ ചേച്ചി ഉണ്ടാക്കിയതാണോ എന്ന് ചോദിക്കുമ്പോൾ നിധി അതേ എന്ന് പറയാണ്. അത്ര പോരാ എന്നവൾ പറയുമ്പോൾ നിധി ഒന്നും മിണ്ടാതെ നിൽക്കുന്നത് കണ്ട്, ചുമ്മാ പറഞ്ഞതാ, നന്നായിട്ടുണ്ട് എന്നവളും പറയുന്നുണ്ട്. നിധിയും ഒരു ചിരിയോടെ, ചായ ഞാൻ ഉണ്ടാക്കിയതാണെന്ന് ചുമ്മാ പറഞ്ഞതാ, സുഭാഷ് ചേട്ടൻ ഉണ്ടാക്കിയതാ എന്ന് പറയുമ്പോൾ രണ്ടുപേരും ചിരിക്കാണ്. നിധിയും നേരെ ചെന്ന് അവളുടെ കൂടെ കട്ടിലിൽ ഇരിക്കുന്നുണ്ട്. ഹരീഷിന് എന്റെ കല്യാണം നടക്കോ? അങ്ങനെയാണെങ്കിൽ എനിക്ക് തിരിച്ച് വീട്ടിലേക്ക് പോകണ്ട, ഇവിടെ തന്നെ കൂടാം എന്ന് നീതു പറയുമ്പോൾ, കല്യാണം എന്നൊക്കെ ഉള്ളത് വലിയ കാര്യമല്ലേ നീതു, അതൊക്കെ ഇത്ര പെട്ടെന്ന് തീരുമാനിക്കാൻ പറ്റുമോ എന്ന് നിധിയും ചോദിക്കുന്നുണ്ട്. കല്യാണം കഴിക്കാൻ തോന്നിയാൽ എന്താ കുഴപ്പം? രണ്ടുപേർക്ക് കല്യാണം കഴിക്കാൻ സമ്മതമാണെങ്കിൽ കല്യാണം കഴിച്ചേക്കണം എന്ന് നീതു പറയുമ്പോൾ, ഇതൊക്കെ അത്ര നിസ്സാരമായ കാര്യമാണോ നീതു, നീ ചെറിയ കുട്ടിയല്ലേ എന്ന് നീതി ചോദിക്കുന്നുണ്ട്. ചെറിയ കുട്ടിയോ? ഞാനും ചേച്ചിയും തമ്മിൽ എത്ര വയസ്സിന്റെ വ്യത്യാസം ഉണ്ടെന്നാ വിചാരം എന്ന് നീതു പറയുമ്പോൾ, എന്നാലും നീ പഠിക്കുന്ന കുട്ടിയല്ലേ എന്ന് നിധിയും പറയുന്നുണ്ട്. എന്റെ ചേച്ചി പഠിപ്പ് അത്ര വലിയ കാര്യമൊന്നുമല്ല, ഞാൻ അത്ര വലിയ പഠിപ്പിച്ചിട്ടും അല്ല, കല്യാണം പഠിപ്പ് ഇങ്ങനെ രണ്ട് ഓപ്ഷൻ വന്നാൽ കല്യാണം ഞാൻ തിരഞ്ഞെടുക്കൂ എന്ന് നീതി പറയുമ്പോൾ, പുറത്തവര് അതിനെപ്പറ്റിയാ സംസാരിക്കുന്നേ എന്ന് നീതി പറയുമ്പോൾ, എന്ത് വേണമെങ്കിൽ ഡിസൈഡ് ചെയ്തോട്ടെ, പക്ഷേ എന്നോട് ആ വീട്ടിലേക്ക് തിരിച്ചു പോകാൻ മാത്രം പറയരുത്, അടി വാങ്ങിച്ചാവാൻ എനിക്ക് വയ്യ. അടി എന്ന് വെച്ചാൽ എങ്ങനെയുള്ള അടിയാന്നറിയോ? ഒരു ഭാഗത്ത് ഭദ്രകാളിയമ്മ, മറ്റേ ഭാഗത്ത് കാലമാട ചേട്ടൻ, മുതുകൊക്കെ ചുവന്ന് നീര് വെച്ചിരിക്കുക, അത് കണ്ട അങ്ങോട്ട് പോകണ്ടെന്ന് എല്ലാരും പറയൂ. എനിക്ക് വയ്യ, മടുത്തു, ഹരീഷുമായിട്ടുള്ള കല്യാണം നടന്നാലും ഇല്ലെങ്കിലും ഇനി ഞാൻ ആ വീട്ടിലേക്ക് തിരിച്ചു പോവില്ല എന്ന് നീതു പറയുമ്പോഴേക്കും നിധിയും അവളെ ടെൻഷനോടെ നോക്കാണ്. പിന്നീട് നിധി
ഹാളിലേക്ക് ചെല്ലുമ്പോഴേക്കും സുഭാഷ് ചേട്ടനും അവളെ നോക്കി നിൽക്കുന്നുണ്ട്. എന്താ മോളെ, എന്താ അവള് പറഞ്ഞേ എന്ന് ചോദിക്കുമ്പോൾ അവൾക്ക് വീട്ടിലേക്ക് തിരിച്ചു പോകാൻ പറ്റില്ല എന്ന്, അവളെ അങ്ങോട്ട് പറഞ്ഞു വിടല്ലേ എന്നാ പറയുന്നേ എന്ന് നീതി പറയുമ്പോഴേക്കും ഹരീഷ് സുധീഷും അങ്ങോട്ട് വരുന്നുണ്ട്. എന്താടാ സംസാരിച്ചോ എന്ന് സുഭാഷ് ചേട്ടൻ ചോദിക്കുമ്പോൾ ഇതിന് കല്യാണം മാത്രം ഒരു വഴിയെന്നാ എനിക്ക് തോന്നുന്നത്. പക്ഷേ ഹരീഷ് അതിന് സമ്മതിക്കുന്നില്ല. അല്ല, ഇവൻ പറയുന്നതിലും കാര്യമുണ്ട് എന്ന് സുധീഷ് പറയുമ്പോഴേക്കും കല്യാണം ഒരു പ്രശ്നമില്ല, അതാ വേണ്ടതെങ്കിൽ അങ്ങനെ ചെയ്യണം എന്ന് സുഭാഷ് ചേട്ടൻ പറയുന്നുണ്ട്. അതൊന്നും ഇപ്പൊ നടക്കില്ല സുഭാഷ് ചേട്ടാ എന്ന് ഹരീഷും പറയാണ്. അപ്പോഴേക്കും അച്ഛനും അങ്ങോട്ട് വരുന്നുണ്ട്. ഞാൻ ഏതായാലും എന്റെ അഭിപ്രായം പറയാം എന്ന് അച്ഛൻ പറയുമ്പോഴേക്കും ഒരഭിപ്രായവും വേണ്ട, നിങ്ങൾ അങ്ങോട്ട് ചെല്ലേ എന്ന് സുധീഷും പറയുന്നുണ്ട്. എടാ, എന്റെ പ്രായത്തിന്റെ പക്വത വെച്ച് ഞാൻ പറയാൻ പോകുന്നതാ എന്ന് അച്ഛൻ പറയുമ്പോൾ ഇത്രയും കാലം നിങ്ങളുടെ പക്വതയില്ലാതെ തന്നെ ഞങ്ങൾ ജീവിച്ചില്ലേ, ഇനിയും അങ്ങനെ മതി, അങ്ങോട്ട് ചെല്ലേ എന്ന് പറഞ്ഞ് സുധീഷ് അച്ഛനെ ഉമ്മറത്തേക്ക് പറഞ്ഞു വിടുന്നുണ്ട്. നല്ലത് നായ്ക്കൾക്ക് പറ്റില്ല എന്ന് പറഞ്ഞ അച്ഛൻ നടന്നു പോകുന്നുണ്ട്. എന്തായാലും പെട്ടെന്ന് തീരുമാനിക്കണം, അവരാദ്യം അന്വേഷിച്ചു വരുന്നത് ഇങ്ങോട്ടായിരിക്കും എന്ന് നീതി പറയുമ്പോഴേക്കും സുഭാഷ് ചേട്ടാ ഞാൻ അവളോടൊന്ന് സംസാരിക്കട്ടെ എന്ന് ഹരീഷ് ചോദിക്കുന്നുണ്ട്. എന്താടാ ഇത്, അവള് നിന്നെ മതി എന്നും പറഞ്ഞ് ഇവിടെ വന്നിരിക്കുന്നു, നീ എന്തിനാ എന്നോട് അനുവാദം ചോദിക്കുന്നേ, ചെന്ന് സംസാരിക്കുക എന്ന് സുഭാഷ് ചേട്ടനും പറയാണ്. ഹരീഷ് നീതുവിന്റെ അടുത്തേക്ക് ചെന്ന് എനിക്ക് നിന്നോടൊന്ന് സംസാരിക്കണം, നമുക്ക് പുറത്തു പോയാലോ എന്ന് ഹരീഷ് ചോദിക്കുമ്പോൾ ശരിയെന്ന് അവളും പറയുന്നുണ്ട്. ഹരീഷ് അവളെയും കൂട്ടി ബാഗും എടുത്ത് ഹാളിലേക്ക് വരുന്നുണ്ട്. എന്താടാ ബാഗൊക്കെ എടുത്ത് എന്ന് സുഭാഷ് ചേട്ടൻ ചോദിക്കുമ്പോൾ പേടിക്കണ്ട, ഞാൻ ഇങ്ങോട്ട് തന്നെ വരും എന്ന് ഹരീഷും പറയുന്നുണ്ട്. അങ്ങനെ നീതുവിനെയും കൊണ്ട് ഹരീഷ് ബൈക്കും എടുത്ത് പോകുന്നുണ്ട്. പിന്നീട് രണ്ടുപേരും ഒരു റെസ്റ്റോറൻറ്റിലെത്തി അവിടെ ഇരിക്കുന്നുണ്ട്. നീതു അവനെ നോക്കുന്നത് കണ്ട് എന്താ ഇങ്ങനെ നോക്കുന്നേ എന്നവൻ ചോദിക്കുമ്പോൾ നിന്റെ കൂടെ ഇങ്ങനെ കറങ്ങി നടക്കണം എന്നുണ്ടായിരുന്നു, അത് സാധിച്ചല്ലോ എന്നാലോചിച്ച് നോക്കിയതാ എന്നവളും പറയുന്നുണ്ട്. അപ്പോഴേക്കും ഹരീഷും 2 മാംഗോ ജ്യൂസ് ഓർഡർ ചെയ്യാണ്. അല്ല, വീട്ടിൽ നിന്ന് ഇറങ്ങാൻ എന്താ ഉണ്ടായേ എന്ന് ഹരീഷ് ചോദിക്കുമ്പോൾ നീതു വീട്ടിൽ നടന്ന കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അവൻ ടെൻഷനോടെ അത് കേട്ടിരിക്കുകയാണ്. ഒന്നുകിൽ നിന്നെ മറക്കണം അല്ലെങ്കിൽ വീട് വിട്ട് ഇറങ്ങണം, ഇതായിരുന്നു അച്ഛൻ തന്ന 2 ഓപ്ഷൻ. അതിൽ നിന്ന് ഞാൻ ഓപ്ഷൻ അങ്ങ് എടുത്തു, പിന്നെ വേറെന്താ ചെയ്യാ എന്നവൾ ഒരു ചിരിയോടെ പറയുമ്പോഴേക്കും അവൻ അവളുടെ കൈ ചേർത്ത് പിടിക്കുന്നുണ്ട്. എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ് നീതു എന്നവൻ പറയുമ്പോൾ അവളും ഒരു അമ്പരപ്പോടെ അവനെ നോക്കുന്നുണ്ട്. എന്താ പറഞ്ഞേ എന്നവൾ ചോദിക്കുമ്പോൾ എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടാ എന്നവൻ വീണ്ടും പറയുന്നുണ്ട്. ഒരിക്കൽ കൂടി പറഞ്ഞേ എന്നവൾ പറയുമ്പോൾ അവൻ വീണ്ടും എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടാ നീതു എന്ന് പറയുന്നുണ്ട്. അവള് സന്തോഷത്തോടെ അവനെ തന്നെ നോക്കിയിരിക്കുകയാണ്. ഈശ്വര, ഇപ്പോഴെങ്കിലും എനിക്കിത് കേൾക്കാൻ പറ്റിയല്ലോ, ഞാൻ എത്ര തവണ നിന്നോട് ഐ ലവ് യു പറഞ്ഞാലും നീ തിരിച്ചത് പറയാറില്ല എന്നവൾ പറയുമ്പോൾ ഇപ്പോഴെങ്കിലും ഇത് പറയാതിരുന്നാൽ ശരിയാവില്ല എന്ന് എനിക്ക് തോന്നി. എനിക്കും എന്റെ വീട്ടുകാർക്കും വേണ്ടി വീട് വരെ ഉപേക്ഷിച്ച് വരാൻ തയ്യാറായില്ലേ നീ എന്നവൻ പറയുമ്പോൾ അപ്പൊ നീ എന്നെ തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുവിടില്ലല്ലോ അല്ലേ, ബാഗ് എടുത്ത് വരുമ്പോൾ എനിക്കതായിരുന്നു പേടി എന്നവളും ചോദിക്കുന്നുണ്ട്. ഞാനായിട്ട് നിന്നെ പറഞ്ഞു വിടില്ല, പക്ഷേ ഇപ്പോൾ എനിക്ക് നിന്നെ കല്യാണം കഴിക്കാനുള്ള സാഹചര്യമല്ല നീതു, അതിനർത്ഥം നിന്നെ എനിക്ക് ഇഷ്ടമല്ലെന്നല്ല, എന്റെ ജീവിതത്തിൽ ആകെ ഒരു പെണ്ണേ ഉള്ളൂ, അത് നീയാ. എന്റെ വീട്ടിലൊരു കല്യാണം നടക്കുമെന്ന് ഞങ്ങൾക്ക് പോലും പ്രതീക്ഷയിലായിരുന്നു. അപ്പോഴാ സുധീഷ് ചേട്ടൻ കല്യാണം കഴിഞ്ഞു വന്നത്. പിന്നീട് സുഭാഷ് ചേട്ടന് കല്യാണം ആലോചിച്ച് ചെല്ലുമ്പോൾ അനിയൻ എന്താ നേരത്തെ കല്യാണം കഴിച്ചേ എന്നായി ചോദ്യം. അല്ലെങ്കിൽ തന്നെ സുഭാഷ് ചേട്ടന്റെ കല്യാണത്തിന് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്, ഇതും അതിനൊരു കാരണമായി തുടങ്ങി. അതുകൊണ്ട് ആദ്യം സുഭാഷ് ചേട്ടന്റെ കല്യാണം നടക്കണം ചെയ്തു, അത് കഴിഞ്ഞ് നമ്മുടെ കല്യാണം നടക്കാവൂ, അല്ലെങ്കിൽ അത് സുഭാഷ് ചേട്ടനോട് ചെയ്യുന്ന വലിയ ദ്രോഹാവും. അതുകൊണ്ട് സുഭാഷ് ചേട്ടന്റെ കല്യാണം കഴിയുന്നത് വരെ നീ ഒന്ന് കാത്തിരിക്കണം നീതു എന്നവൻ പറയുമ്പോൾ നീതുവും ഒരു ചിരിയോടെ സമ്മതിക്കുന്നുണ്ട്. പക്ഷേ നിന്നോട് നിന്റെ വീട്ടിലേക്ക് തിരിച്ചു പോകാൻ ഞാൻ പറയില്ല എന്നവൻ പറയുമ്പോൾ പിന്നെ കല്യാണം കഴിക്കാതെ നിന്റെ വീട്ടിൽ താമസിപ്പിക്കാൻ പോവാണോ എന്നവളും ചോദിക്കുന്നുണ്ട്. അതല്ല, നിനക്ക് ഞാനൊരു ഹോസ്റ്റൽ അറേഞ്ച് ചെയ്യട്ടെ എന്നവൻ ചോദിക്കുമ്പോൾ ഹോസ്റ്റലോ എന്നവളും ചോദിക്കുന്നുണ്ട്. അതെ, ഏടത്തി മുമ്പ് ഒരു ഹോസ്റ്റലിൽ നിന്നിരുന്നു, അവിടെ ഒരു റൂം ശരിയാക്കാം എന്നവൻ പറയുമ്പോൾ അതൊന്നും വേണ്ട, ഞാൻ വീട്ടിലേക്ക് തന്നെ പൊക്കോളാം എന്നവളും പറയുന്നുണ്ട്. അതൊക്കെ പ്രശ്നമാവില്ലേ എന്നവൻ ചോദിക്കുമ്പോൾ അതൊന്നും കുഴപ്പമില്ല, ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം എന്നവളും പറയുന്നുണ്ട്. അവർ വഴക്കിട്ടാലോ എന്നവൻ ചോദിക്കുമ്പോൾ തിരിച്ച് ഞാനും വഴക്കിടും, നിന്നെ കല്യാണം കഴിച്ച് മാലയൊക്കെ ഇട്ട് മാസമായിട്ട് അവിടെ കയറി ചെല്ലാം എന്നാ ഞാൻ കരുതിയത്. പക്ഷെ സാരമില്ല, നിന്റെ പ്രശ്നങ്ങളൊന്നും ഞാൻ ചിന്തിച്ചില്ല, സുഭാഷ് എന്റെ കല്യാണം കഴിയുന്നത് വരെ ഞാൻ കാത്തിരിക്കാം, അതുവരെ ഞാൻ വീട്ടിൽ തന്നെ നിന്നോളാം എന്നവള് പറയുമ്പോൾ എന്നോട് ദേഷ്യമൊന്നും ഇല്ലല്ലോ അല്ലേ എന്നവന് ചോദിക്കുന്നുണ്ട്. എന്തിന്, നീ പറഞ്ഞ പോയിന്റ് വാലിഡാ, അത് മനസ്സിലാക്കാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ പിന്നെ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം. പിന്നെ നീ എനിക്കൊരു മൊബൈൽ ഫോൺ വാങ്ങിത്തരണം, അവരെന്റെ ഫോൺ പൊട്ടിച്ചു, നിന്നെ വിളിക്കാൻ പറ്റില്ല എന്നവൾ പറയുമ്പോൾ ശരി, ഞാൻ വാങ്ങിച്ചു തന്നോളാം എന്നവനും പറയുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരും ചിരിയോടെ നോക്കിക്കൊണ്ട് ജ്യൂസ് കുടിക്കുന്നുണ്ട്. നീതു ഹരീഷും തിരിച്ചു വരാത്തത് കണ്ട് ടെൻഷനോടെ നടക്കാണ്. സുഭാഷ് ചേട്ടനും നീതിയും നികേഷും ഒക്കെ മുറ്റത്തേക്ക് വന്ന് നിനക്ക് എന്താടാ വല്ല വയറരിച്ചിലും ഉണ്ടോ, എന്തിനാ ഇങ്ങനെ മുറ്റത്തൂടെ നടക്കുന്നേ എന്ന് സുഭാഷ് ചേട്ടനും ചോദിക്കുന്നുണ്ട്. സുഭാഷ് ചേട്ടൻ എന്താ ഒന്നും അറിയാത്ത പോലെ സംസാരിക്കുന്നേ, അവൻ പോയിട്ട് തിരിച്ചു വന്നോ എന്ന് സുധീഷ് പറയുമ്പോൾ അവനിങ്ങ് വന്നോളും, അതിന് നീ എന്തിനാ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നേ എന്ന് സുഭാഷ് ചേട്ടനും ചോദിക്കുന്നുണ്ട്. സുധീഷ് ചേട്ടൻ ഇന്ന് തന്നെ അവരുടെ കല്യാണം നടത്തണം, അതിന്റെ ടെൻഷനാ എന്ന് നികേഷ് പറയുമ്പോഴേക്കും എടാ, അങ്ങനെ അവർ തീരുമാനിച്ചു വന്നാൽ നടത്താതിരിക്കാൻ പറ്റുമോ, എന്തൊക്കെ റെഡിയാക്കണം, അമ്പലം റെഡിയാക്കണം, താലി റെഡിയാക്കണം, എന്തൊക്കെ പണിയുണ്ട് എന്ന് സുധീഷ് പറയുമ്പോൾ നിങ്ങൾ പിന്നെ കല്യാണം നടത്താൻ സ്പെഷ്യലായി ട്രെയിനിങ് എടുത്തിരിക്കുകയാണല്ലോ എന്ന് നിധിയും പറയുന്നുണ്ട്. സുധീഷ് അവളെ നോക്കുമ്പോഴേക്കും അവരെന്താണെന്ന് വെച്ചാൽ തീരുമാനിച്ച് തിരിച്ചു വന്നോളും എന്ന് നിധി പറയുമ്പോഴേക്കും
അതല്ല അവളെയും കൊണ്ട് പോകുമ്പോൾ ഇനി അവളുടെ ചേട്ടനെങ്ങാനും കണ്ട് എന്തെങ്കിലും പ്രശ്നമായോന്നോ എന്റെ പേടി എന്ന് സുധീഷും പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ കുഴപ്പമാവുമല്ലോ, ഹരീഷേട്ടൻ ഒറ്റയ്ക്കല്ലേ എന്ന് നികേഷും പറയുന്നുണ്ട്. ചുമ്മാ അവരൊന്നും പറഞ്ഞ് പേടിപ്പിക്കല്ലേടാ, അവനൊരു കുഴപ്പമുണ്ടാവില്ല, അവര് സംസാരിച്ചിങ്ങ് തിരിച്ചു വന്നോളും എന്ന് സുഭാഷേട്ടനും പറയുന്നുണ്ട്. ആരും ടെൻഷൻ അടിക്കാതെ ഇരിക്കെ, അവരിങ്ങ് വന്നോളും. നിധി പറയുമ്പോഴേക്കും കല്യാണമാണ് അവരുടെ തീരുമാനമെങ്കിൽ നമുക്കതങ്ങ് നടത്തി കൊടുക്കാം എന്ന് സുഭാഷേട്ടനും പറയുന്നുണ്ട്. അവിടെ നീതുവിന്റെ വീട്ടിൽ ടെൻഷനോടെ ഇരിക്കുകയാണ് നീതുവിന്റെ അമ്മയും അച്ഛനും ചേട്ടനും. ഞാൻ ചത്തുപോയെന്ന് വിചാരിച്ചോളാനല്ലേ അമ്മ പറഞ്ഞത്, അങ്ങനെ തന്നെ വിചാരിച്ചോ എന്ന് നീതു പറയുന്നതോർത്ത് അമ്മ വീണ്ടും പൊട്ടിക്കരയുന്നുണ്ട്. അപ്പോഴേക്കും ഒരയൽക്കാരി അങ്ങോട്ട് വന്ന്, എന്താ സീതേ, നീതു വീട് വിട്ടു പോയെന്ന് കേട്ടല്ലോ, ശരിയാണോ എന്ന് ചോദിക്കുന്നുണ്ട്. ഏയ് അങ്ങനെയൊന്നുമില്ല എന്ന് നീതുവിന്റെ അച്ഛൻ പറയുമ്പോഴേക്കും, പക്ഷേ അത് കണ്ടവരുണ്ടല്ലോ, ഞാൻ റേഷൻ വാങ്ങി വരുമ്പോഴാണ് വിവരം അറിഞ്ഞത്, ഒന്ന് ചോദിച്ചിട്ട് പോവാന്ന് കരുതി എന്നവർ പറയുമ്പോഴേക്കും, ചോദിച്ചു കഴിഞ്ഞില്ലേ ഇനി പൊക്കൂടെ എന്നെങ്കിലും പറയുന്നുണ്ട്. നിന്റെ തല സഹിക്കാൻ കഴിയാത്തതുകൊണ്ടായിരിക്കും അവൾ ഇറങ്ങിപ്പോയേ എന്നവർ പറയുമ്പോൾ, അതേടി എൻ്റെ മോള് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി, അതിന് നിനക്കൊന്നുമില്ലല്ലോ, നീ ഒന്ന് ഇവിടുന്ന് പോയേ എന്ന് നീതുവിൻ്റെ അമ്മ പറയുമ്പോഴേക്കും ആ സ്ത്രീ ദേഷ്യത്തോടെ ഇറങ്ങിപ്പോകുന്നുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞാൽ നാട്ടുകാരെന്തായാലും ചോദിക്കും, അതിന് നീ ദേഷ്യപ്പെട്ടിട്ട് എന്താ കാര്യം എന്ന് അച്ഛൻ പറയുമ്പോഴേക്കും, എങ്കിൽ പിന്നെ നിങ്ങൾ തന്നെ വിശദീകരിച്ചു കൊടുക്കേ എന്ന് അമ്മയും പറയുന്നുണ്ട്. അപ്പോഴേക്കും നീതു ഹരീഷും വീട്ടിൻ്റെ അടുത്ത് എത്തുന്നുണ്ട്. ഹരീഷെ വണ്ടി നിർത്ത് എന്ന് നീതു പറയുമ്പോൾ, ഹരീഷും വണ്ടി നിർത്താണ്. ഇവിടുന്ന് അങ്ങോട്ട് ഞാൻ പൊക്കോളാം എന്നവൾ പറയുമ്പോൾ, എന്തേ എന്ന് അവൻ ചോദിക്കുമ്പോൾ, ഒന്നുമില്ല ഇവിടുന്ന് പൊക്കോളാം എന്നവൾ പറയുന്നുണ്ട്. നിന്നെ വീട്ടിലേക്ക് വിടാൻ എനിക്കാകെ ടെൻഷൻ എന്നവൻ പറയുമ്പോൾ, എങ്കിൽ പിന്നെ നിന്റെ വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുപോകും, അല്ലെങ്കിൽ ഏതെങ്കിലും അമ്പലത്തിൽ കൊണ്ടുപോയി താലി കെട്ട് പറ്റുമോ എന്നവൾ ചോദിക്കുമ്പോൾ, അതൊന്നും ഇപ്പം നടക്കില്ല എന്ന് ഞാൻ പറഞ്ഞതല്ലേ നീതു എന്നവൻ പറയുമ്പോൾ, മനസ്സിലായി, ഞാൻ വെറുതെ പറഞ്ഞതാ, ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്തോളാം എന്നവൾ ഒരുങ്ങുമ്പോഴേക്കും വീടിന് മുന്നിൽ നിൽക്കുന്ന ആൾക്കാരെ കണ്ട്, അല്ലെങ്കിൽ വേണ്ട നീ തന്നെ വീടിന് മുന്നിൽ കൊണ്ടുവിട് എന്നവൾ പറയുന്നുണ്ട്. അത് വലിയ പ്രശ്നമില്ലേ എന്നവൻ ചോദിക്കുമ്പോൾ, ഏയ് അതൊന്നുമില്ല, നീ വാ എന്നും പറഞ്ഞ് അവൻ്റെ ബൈക്കിൽ കയറി അവൻ അവളെ വീട്ടിൻ്റെ മുറ്റത്ത് കൊണ്ടുവിടുന്നുണ്ട്. ബൈക്കിൻ്റെ ശബ്ദം കേട്ട് അച്ഛനും അമ്മയും ചേട്ടനുമെല്ലാം അങ്ങോട്ട് ഇറങ്ങി വരുന്നുണ്ട്. നീ എങ്ങോട്ടാ മോളെ പോയത് എന്ന് ശാന്തിച്ച് ചോദിക്കുമ്പോൾ, എന്താ ശാന്തിച്ച് എന്നവളും ചോദിക്കാണ്. നീ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി എന്നറിഞ്ഞു, ഞാൻ ചെന്ന് ചോദിച്ചപ്പോൾ നിന്റെ അമ്മ എൻ്റെ നേർക്കൊരു ചാട്ടം എന്നവർ പറയുമ്പോഴേക്കും, ദാ ഇയാളെ കണ്ടോ, ഇതാണ് ഹരീഷ്, എൻ്റെ ബോയ് ഫ്രണ്ടാ, ഞാനിവനെ കാണാൻ പോയതാ, തിരിച്ചു കൊണ്ടുവിടുകയും ചെയ്തു, എന്താ മതിയോ എന്നവളും ചോദിക്കുന്നുണ്ട്. ഹരീഷ് വകീലിനെ നോക്കിക്കൊണ്ട്, ദേ ഇനി ഇവളെ തല്ലാൻ ചവിട്ടാനൊക്കെ നിന്നാളുണ്ടല്ലോ, ചോദിക്കാൻ ആളില്ല എന്ന് കരുതരുത് എന്നും പറഞ്ഞ് നീതുവിന് ബാഗും കൊടുത്ത് അകത്തേക്ക് ചെല്ലേ, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാൽ മതി എന്ന് പറയുമ്പോഴേക്കും നീതുവും ബാഗും എടുത്ത് അകത്തേക്ക് കയറി പോകുന്നുണ്ട്. ഹരീഷും ബൈക്കും സ്റ്റാർട്ട് ചെയ്ത് തിരിച്ചു പോവുകയാണ്. അഖിൽ അവളുടെ പുറകെ ചെന്ന്, എങ്ങോട്ടാടി നാണമില്ലാതെ കയറി പോകുന്നേ, നീ ചത്തുന്ന് കരുതാൻ പറഞ്ഞേ എന്ന് പറയുമ്പോൾ, ഞാൻ പോയിട്ട് എന്തിനാ, അച്ഛൻ്റെ സ്വത്തൊക്കെ നിനക്ക് ഒറ്റയ്ക്ക് വിഴുങ്ങാനല്ലേ നശുലമേ എന്ന് നീതുവും പറയുന്നുണ്ട്. പിന്നെ അങ്ങനെ കുറേ സമ്പാദിച്ചു വച്ചിരിക്കല്ലേ, ഇവിടെ വാടക എങ്ങനെ കൊടുക്കണ്ടേന്ന് ചിന്തിച്ചിരിക്കുക എന്നവൻ പറയുമ്പോഴേക്കും, എടാ ഇവള് തോന്നിയ പോലെ ഇറങ്ങിപ്പോയതിന് നീ അച്ഛനെ പരിഹസിക്കുന്നത് എന്തിനാ എന്ന് അമ്മയും ചോദിക്കുന്നുണ്ട്. നീ എന്തിനാടി ഇപ്പം ഇങ്ങോട്ട് വന്നേ, എന്തിനാ വന്നേന്ന്, അതും അവൻ്റെ കൂടെ ബൈക്കിൽ ഞെളിഞ്ഞിരുന്നിങ്ങ് വരാൻ നിനക്ക് നാണമുണ്ടോ എന്നമ്മ ചോദിക്കുമ്പോൾ, അവൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ അവൻ കൈയൊഴിഞ്ഞിങ്ങ് തിരിച്ചു കൊണ്ടാക്കി എന്നമ്മ പറയുമ്പോൾ, അവൻ കൈയൊഴിഞ്ഞതൊന്നുമല്ല, ഞാൻ സ്വയം ഇറങ്ങി വന്നതാ, നിങ്ങൾക്ക് നാണക്കേട് ഉണ്ടാക്കണ്ട എന്ന് കരുതി എന്നവൾ പറയുമ്പോൾ, എന്നിട്ടിപ്പോൾ ഇതൊന്നും നാണക്കേടൊന്നല്ലേ എന്നമ്മ ചോദിക്കുമ്പോൾ, ഈ ലോകത്ത് ആദ്യമായിട്ട് പ്രണയിക്കുന്നത് ഞാൻ മാത്രമൊന്നല്ലല്ലോ, അപ്പോൾ ഇതൊന്നും അത്ര വലിയ നാണക്കേടൊന്നല്ല, ഓള് പോയി തിരിച്ചു വന്നതിന് ദേഷ്യപ്പെടുന്ന തള്ള ഈ ലോകത്ത് നിങ്ങൾ മാത്രമേ ഉണ്ടാവൂ എന്ന് നീതു പറയുമ്പോൾ, അതെ നീ ഇപ്പോൾ തിരിച്ചു വന്നത് നാണക്കേട് തന്നെയാ, അതും അവനെയും കെട്ടിപ്പിടിച്ച് ബൈക്കിൽ ഈ മുറ്റത്ത് വന്നിറങ്ങിയത് അതിലും വലിയ നാണക്കേട് തന്നെയാ, അതുകൊണ്ട് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇതോടെയെല്ലാം അവസാനിപ്പിച്ചേക്കണം, ഇനി അവനെ കാണാനോ സംസാരിക്കാനോ പാടില്ല, അങ്ങനെയാണെങ്കിൽ മാത്രം ഇവിടെ നിന്നാൽ മതി, അല്ലെങ്കിലേ ദേ ഇപ്പം ഇറങ്ങിക്കോ എന്നമ്മ പറയുമ്പോഴേക്കും ദേഷ്യത്തോടെ അമ്മയെ നോക്കി നിൽക്കുന്ന നീതുവിനെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഈ കിളിക്കൂടിൻ്റെ ബാക്കി വിശേഷങ്ങളുമായി